പി.വി. അൻവറിന്റെ പരാമർശങ്ങൾ അനാവശ്യമാണെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ 24 പറഞ്ഞു. UDF-മായി സഹകരിക്കാൻ തീരുമാനിച്ചവർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പരാമർശം നടത്തിയതെന്ന് എനിക്കറിയില്ല. അൻവർ സ്വതന്ത്രമായി മത്സരിച്ച് LDF-നെതിരായ പോരാട്ടത്തെ ദുർബലമാക്കില്ലെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും AP അനിൽകുമാർ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF അതിന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ AP അനിൽകുമാർ 24 ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രചാരണമൊക്കെ തുടങ്ങി? ഞങ്ങൾ ഏപ്രിൽ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചാണ്. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. അല്പം നീണ്ടുപോയി. പക്ഷേ മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് UDF നേതാക്കളൊക്കെ തന്നെ നിലമ്പൂരിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏറ്റവും ശക്തമായ രീതിയിൽ തുടങ്ങും. ഇന്നലെ പ്രഖ്യാപനത്തിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വന്നിരിക്കുന്നത് PV അൻവറിൻ്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷൗക്കത്തിന് അവിടെ ഒരു സ്വാധീനമില്ല, സാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല, ഷൗക്കത്തിന് അംഗീകരിക്കില്ല എന്നാണ്. ഞങ്ങൾ പാർട്ടി എല്ലാ വശവും പരിശോധിച്ച് ഷൗക്കത്തിന് ഏറ്റവും നല്ല ജനകീയ പിന്തുണയുള്ള നേതാവാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ച് വളരെ വലിയ അംഗീകാരമുള്ള ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. മറിച്ച് വന്ന ഒരു പ്രചരണം അല്ലെങ്കിൽ PV അൻവറിൻ്റെ പ്രസ്താവന അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇനി അൻവറിന് UDF-മായി സഹകരിക്കുന്നതായിരിക്കും അങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്താണ് ഇത്ര പ്രതികരണം വരുന്നത്. അപ്പോൾ ഈ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന സമയത്ത് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നീട് അതൊരു വലിയ വയ്യാവേലിയായിട്ട് മാറുമോ? അല്ല, അങ്ങനെയല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ഈ നിരുപാധിക പിന്തുണ തീർച്ചയായിട്ടും ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതികരണത്തിന് ശേഷം PV അൻവറുമായി ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഞങ്ങൾ ഇന്നലെ രാത്രി വൈകിട്ടാണല്ലോ, 5 മണിക്ക് ശേഷമാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി അദ്ദേഹം UDF-നെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. PV അൻവർ ഇന്ന് രാവിലെ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്? UDF-ന്റെ നേതാക്കൾ അദ്ദേഹം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞാലി സാഹിബിനെ കാണുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു ധാരണ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പിന്തുണയും പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നിർഭാഗ്യകരമായി പോയി. ഈ PV അൻവറിന്റെ പ്രതികരണം ശരിയായില്ല എന്നുള്ളതാണ് AP അനിൽകുമാർ MLA വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.